കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഹായ് ദേ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. കഴിഞ്ഞ ദിവസം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തുണിക്കടയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പോൾ എൻ്റെ ഇളയ മോള് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, അതവിടെ നിന്ന് കണ്ട് നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ കുറച്ച് ദൂരെ നിന്നിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളിയും ചിരിച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു വരികയാണ്. എന്നിട്ട് ഈ പുള്ളി പെട്ടെന്ന് ഈ കുട്ടിയുടെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് ഈ കുട്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. ഒത്തിരി ഓടിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ഇത് കണ്ടിട്ട് ദേഷ്യമാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഉടനെ കുട്ടിയുടെ പേര് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വേഗം എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരിയൊക്കെ ഒന്ന് പോയി. കുട്ടി കുറച്ച് ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, നിന്നോടാണ് ഞാൻ പറഞ്ഞത് വേഗം എൻ്റെ അടുത്ത് വരാൻ. ഞാൻ 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യാൻ പോവാണ്, അതിനുള്ളിൽ നീ എൻ്റെ അടുത്ത് എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കൗണ്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് കുട്ടി പേടിച്ച് ഓടി അച്ഛൻ്റെ അടുത്ത് പോവുകയും അവർ രണ്ടുപേരും നടന്നു പോവുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരച്ഛനും മകളും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ കണ്ടതല്ലേ. ഇവിടെ വേറൊന്നുമല്ല സംഭവിച്ചത്. ഈ അച്ഛന് പുള്ളിയുടെ ഈഗോ വർക്ക് ചെയ്തതാണ്. അതായത് കുട്ടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ, മോള് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തൻ്റെ അഭിമാനത്തിന് ക്ഷത ഏൽക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അപ്പോൾ പെരുമാറിയത്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോഴോ അവർക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട്, ആദ്യം തന്നെ പറയാനായിട്ട് തോന്നുന്ന വ്യക്തികളായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് കുട്ടികളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം എന്നൊക്കെ. കാരണം നമുക്ക് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയാൻ പറ്റുന്ന ആൾക്കാരോടാണ് പറയുക അല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മളത് തുറന്ന് പറയുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷമം ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഈ കുട്ടി ഈ അച്ഛനോട് തുറന്നു പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വളരെ പേടിപ്പിച്ചിട്ടാണ് ഈ കുട്ടീനെ ഈ അച്ഛൻ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടീനെ പേടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഈ അച്ഛൻ കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ഒരു പേടി, അതായത് കുട്ടികളുടെ ഉള്ളിൽ ഡെവലപ്പായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള പേടിയെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റും റെഡി ആയിട്ട് നിൽക്കുന്ന എത്ര പേരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?